Hi guys, welcome back to my channel. ഇന്ന് ഞാൻ ഒരു സാഹസം കാണിക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും സെക്കൻഡ് ലോക്ക്ഡൗൺ ആയി. ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് മുടി വെട്ടിയിട്ടില്ല. മുടി നല്ലോണം വളർന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുവരെ ഇനിയും ചുരുണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ എൻ്റെ മുടി വളർന്ന് നിൽക്കുകയാണ്. സോ 2 വർഷമായിട്ട് മുടി വെട്ടിയിട്ടില്ല. ഒന്ന് അറ്റം വെട്ടിയിട്ട് ഒന്ന് പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവരണമെന്നുണ്ട്. ചെറിയൊരു ലെയർ കട്ട് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ ഇന്ന് മുടി വെട്ടാൻ പോകണം സ്വന്തമായിട്ട്. ഇങ്ങനെ വരുമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് മുടി വെട്ടാൻ പോവുകയാണ്. കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. സോ അത് ഒരു ഗൈഡൻസ് വെച്ചിട്ടാണ് ഞാൻ ലെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ മുടി ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി വെറ്റ് ഹെയർ ആണ്, നനഞ്ഞ മുടിയാണ്. അപ്പം ഞാൻ ലെയർ കട്ടിന് വേണ്ടിയിട്ട് നടുവാകെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിലും കൂടെ സ്ട്രെയിറ്റ് ആക്കിയ ശേഷം നമുക്ക് ലെയർ കട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബാർബർ സിസേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സിസേഴ്സ്. കിച്ചൺ നൈഫൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടത്. സോ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട സമയമാവട്ടെ, ആ സമയത്ത് വെട്ടാമെന്ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഹെയർ കഴുകേണ്ട ദിവസമായിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് എന്തായാലും മുടി വെട്ടാം എന്ന് വിചാരിച്ചു. സോ ആദ്യം ഒന്ന് മുടി ചീവട്ടെ. കുറച്ചേ വെട്ടുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വെട്ടുന്നില്ല. വളരെ കുറച്ച് മാത്രമേ വെട്ടുന്നുള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ചെവിയുടെ സൈഡിൽ നിന്ന് ഒരു കുറച്ച് മുടി ഗ്യാപ്പ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കാൻ പോവുകയാണ്. കറക്റ്റ് ചെവിയുടെ സൈഡിൽ നിന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യണം. അപ്പം ഇതെങ്ങനെ ഇരുന്നോളും. അതേമാതിരി ഈ സൈഡത്തെയും അതേപോലെ ചെവിയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യണം. ഇനി 2 മുടിയും എടുത്തിട്ട് ഞാൻ ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമുക്കത് വേണ്ട. ഇനി ബാക്കിയുള്ള ഈ മുടിയില്ലേ, ഇനി ഈ മുടിയാണ് നമ്മൾ ആദ്യത്തെ ഇത് ഇടാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു വിരൽ നീളമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും വരുള്ളൂ. അപ്പം ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഇടാൻ പോവുകയാണ്. ഓക്കെ, അതാ ഇത്രയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രേ കട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറും കൂടെ എടുത്തിട്ട് ഇതും കൂടെ അളക്കാം. ഓക്കെ, അപ്പം ഞാൻ 2ാമത്തെ സെറ്റും റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. 2ൻ്റെയും വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തലവിരൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അത്രയും ഇതിലാണ് ഞാൻ ലെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കട്ട് ചെയ്യാം. നല്ല പേടിയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മുടി വെട്ടാൻ പോകുന്നത്. സോ ഇതിൽ കേട്ടത് പോയിന്റ് കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് പരത്തിയിട്ട് ഒന്ന് നമുക്ക് പോയിന്റ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യത്തെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ കട്ട് ചെയ്യാം.
അടുത്ത ലെയറും കട്ട് ചെയ്തു. ഇനി ഇതേപോലെ ഒന്ന് പോയിന്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഫ്രണ്ടത്തെ ഇത് അഴിക്കുകയാണ് കേട്ടോ. ഇത് അഴിച്ചിട്ട് നമുക്ക് മിഡിൽ ലെയർ ഒന്ന് എടുക്കാം. ഇതൊന്ന് അറ്റം കട്ട് ചെയ്യാണ്. അപ്പം അറ്റം ഫ്രണ്ട് ഭാഗം ഞാൻ ക്രൗൺ ഭാഗം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ ലെയർ കട്ടിനുള്ള ഗൈഡൻസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് 1 ഇഞ്ച് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം നോക്കാം എന്താവോ എന്തോ ലെയർ കട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇപ്പുറത്തേക്കാക്കിയിട്ട് 2ആക്കി പകുത്തിട്ട് ഇത് ഗൈഡൻസ് വെച്ചിട്ട് ഈ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ലെയറായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പം കോംബ് നമുക്ക് ഗൈഡൻസ് വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് മുടി ചെയ്യട്ടെ. സോ ഞാൻ മുടി വെട്ടി. ഇടയിൽ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. മുടി വെട്ടി കുറച്ച് കയറ്റി തന്നെ വെട്ടിയിട്ടുണ്ട്. അതെ, ഇതുവരെ ഉള്ളൂ. ചുരുണ്ടിട്ട് കയറിയതാണ്. ഇത്ര കുറച്ചുകൂടെ ഇറക്കമുണ്ട്, ഇതുവരെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫുൾ ഹെയർ. ഞാൻ കാണിച്ചു തരാം. സ്വന്തമായിട്ട് കട്ട് ചെയ്തിട്ട് ഓക്കെ, ഇത്രയുണ്ട് കണ്ടോ. അപ്പം ഇതാണ് ഇപ്പോൾ മുടി വെട്ടിയിട്ട് ഇപ്പോൾ ഉള്ള സ്ഥിതി. എൻ്റെ ചുരുണ്ട മുടിയാണ്, അതുകൊണ്ട് കയറി വരും. എന്തായാലും ആ അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്ന അടിയിൽ കോല് പോലെ നിൽക്കുന്ന മുടിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം കുറച്ച് തൊട്ട് നോക്കുമ്പോൾ അറിയുന്നുണ്ട് കുറച്ച് ഹെൽത്തി ഹെയർ ആണ് എന്നുള്ളത് അറിയുന്നുണ്ട്. സോ അതാണ് എൻ്റെ മുടി വെട്ടൽ സംഭവം. ചെറിയൊരു വ്ളോഗായിട്ട് വിചാരിച്ചാൽ മതി. ഇത് നോക്കിയിട്ട് ആരും മുടി വെട്ടരുത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ മുടി വെട്ടാൻ നോക്കുന്നത്, എൻ്റെ മുടിയിൽ ഞാൻ കൈ വെക്കുന്നത്. എന്തായാലും നല്ല അത്യാവശ്യം നല്ലൊരു ലെയർ കട്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ ഇനി മുടി വളരുന്ന സമയത്ത് വെട്ടിയാൽ മതി. പിന്നെന്താ, അപ്പം പിന്നെ ഞാൻ ക്യാമറ ഓഫാകുന്നതിന് മുൻപ്, ക്യാമറ ഓഫാകുന്നതിന് മുൻപായിട്ട് ഞാൻ ചെയ്തത് അതിനെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് അത് ഗൈഡൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്തത് സീസേഴ്സ് വെച്ചിട്ട്. സോ അത് കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടിയ ശേഷം ഞാൻ വീണ്ടും തല ഒന്ന് ഷാമ്പു ചെയ്തു, കണ്ടീഷൻ ചെയ്തു. അറിയാലോ, മുടി വെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് തല കുളിക്കണം എന്ന് പറയാറുണ്ട്. സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷാമ്പു ചെയ്ത് കണ്ടീഷൻ ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം മുടി വെട്ടൽ സംഭവം അങ്ങനെ നടന്നു. എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് ഞാൻ മുടി വെട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.